ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ക്ലാസ്സിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ തിയറി സഹിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിശദീകരിച്ച ഒരു വീഡിയോ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും ഒപ്പം തന്നെ ചാപ്റ്റർ 3യുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് 1ഉം 2ഉം ആ രണ്ട് ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന് ശേഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മുടെ +1 അക്കൗണ്ടൻസി ന്യൂ പ്ലേലിസ്റ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ കാണാം. അപ്പോൾ അത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യത്തെ ലിങ്കായിട്ട് തന്നെ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി ഈ ഒരു ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. Journalize the following transactions of Messrs. Mallika Fashion House and post the entries to the ledger. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം ജേണൽ എൻട്രീസ് എഴുതിയിട്ട് അതിനെ ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ജേണലൈസ് ചെയ്യണം, ഒപ്പം തന്നെ ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ ജേണൽ എൻട്രീസ് എഴുതാൻ വേണ്ടി നമുക്കറിയണം. അപ്പോൾ ജേണൽ എൻട്രീസ് എഴുതിയിട്ട് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടും വരാം. ഏതെങ്കിലും ഒരു സിംഗിൾ അക്കൗണ്ട് ലെഡ്ജർ അക്കൗണ്ട് മാത്രം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാം. കുറേ ജേണൽ എൻട്രീസ് പറഞ്ഞിട്ട് അതിൽ നമുക്ക് ക്യാഷ് അക്കൗണ്ട് മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ അക്കൗണ്ട് മാത്രമോ ആ രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ജേണൽ എൻട്രീസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജേണൽ എൻട്രീസ് നമ്മൾ പഠിച്ചിരുന്നു. അതുകൂടാതെ 4ഓളം ക്ലാസ്സുകൾ, അതായത് മൊത്തം 5 ക്ലാസ്സുകൾ നമ്മൾ ജേണൽ എൻട്രീസ് മാത്രമായിട്ടുണ്ട്. അതിൽ നമുക്ക് ബാങ്കിങ് ജേണൽ എൻട്രീസ് വന്നിട്ടുണ്ട്, ഒപ്പം തന്നെ കോമ്പൗണ്ട് ജേണൽ എൻട്രീസ്, ഒന്നിൽ കൂടുതൽ ഡെബിറ്റും ക്രെഡിറ്റും വരുന്ന ജേണൽ എൻട്രീസ് അതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ജേണൽ എൻട്രീസിൻ്റെ ക്ലാസ്സുകൾ നന്നായിട്ട് നോക്കി പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ജേണൽ എൻട്രീസ് ഇതെങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് ജസ്റ്റ് നമ്മൾ നോക്കും, ഒപ്പം തന്നെ അതിൻ്റെ പോസ്റ്റിംഗ് ലെഡ്ജർ അക്കൗണ്ടിലേക്കുള്ള പോസ്റ്റിംഗ് നോക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ജേണൽ എൻട്രി, ആദ്യത്തെ ട്രാൻസാക്ഷനിലൂടെ എഴുതാം. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് അല്ലേ, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ജേണൽ എൻട്രി ആണല്ലേ. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ, ക്യാഷും ക്യാപിറ്റലുമാണ് ഇതിലെ എലമെൻറ്റ്സ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ലയബിലിറ്റിക്ക് പകരമായിട്ട് നമ്മൾ ക്യാപിറ്റൽ എഴുതുക. അപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ എമൗണ്ട് എഴുതുന്നു. അതിനുശേഷം രണ്ടാമത്തെ ജേണൽ എൻട്രിയിലേക്ക് വരുമ്പോൾ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് സിൻഡിക്കേറ്റ് ബാങ്ക്. സിൻഡിക്കേറ്റ് ബാങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്നാണ് പറയുന്നത്. എത്ര രൂപ കൊടുത്തുകൊണ്ടാണ് ഓപ്പൺ ചെയ്തത്? നമ്മൾ 80,000 റുപ്പീസിനാണ്. അപ്പോൾ ബാങ്കിലേക്ക് നമ്മൾ ക്യാഷ് ഇടുകയാണ് അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ അല്ലേ. ഇവിടെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അസറ്റ് കൂടുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്, നമ്മുടെ കയ്യിലുള്ള അസറ്റ് കുറയുന്നു അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എന്നാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും, ഒപ്പം തന്നെ ബാങ്കിലേക്ക് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്താലും എന്ത് തന്നെയാണ്, ഈ ജേണൽ എൻട്രി തന്നെയാണ് അല്ലേ. കാരണം നമ്മൾ ബാങ്കിലേക്ക് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ് സാധാരണ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാലും ഈ ജേണൽ എൻട്രി എഴുതാൻ ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം മെസ്സേഴ്സ് ഗുൽമോഹർ ഫാഷൻ ഹൗസ്. നമ്മൾ ഗുൽമോഹർ ഫാഷൻ ഹൗസിൽ നിന്ന് ഗുഡ്സ് കടമായിട്ട് വാങ്ങിച്ചു എന്നാണ് അല്ലേ. അപ്പോൾ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ, ഒപ്പം തന്നെ ആരിൽ നിന്നാണ് വാങ്ങിച്ചത് അവരെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ഗുൽമോഹർ ഫാഷൻ ഹൗസ് എന്നാണ് അല്ലേ. പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഗുൽമോഹർ ഫാഷൻ ഹൗസ് എന്ന് പറഞ്ഞ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് ഒരു ക്രെഡിറ്റർ ആണല്ലേ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഗുൽമോഹർ ഫാഷൻ ഹൗസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പർച്ചേസ് ഓഫീസ് മെഷീൻ അല്ലെങ്കിൽ ഓഫീസ് മെഷീനറി വാങ്ങിച്ചു എന്നാണ്. പെയ്ഡ് ബൈ ചെക്ക് ആണല്ലേ. അപ്പോൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ബാങ്കിനെയാണ്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യാണ്, കുറയുകയാണ് അല്ലേ. കാരണം ബാങ്കിലെ ഡിപ്പോസിറ്റ് കുറയുന്നു, അപ്പോൾ ബാങ്ക് ബാലൻസ് കുറയുന്നതുകൊണ്ട് ആ അസറ്റ് കുറയുകയാണ്. നമ്മളവിടെ ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക. നമ്മൾ എന്താണ് വാങ്ങിച്ചിരിക്കുന്നത്? പർച്ചേസ്ഡ് ഓഫീസ് മെഷീൻ എന്നാണല്ലേ. അപ്പോൾ ഓഫീസ് മെഷീൻ എന്ന് പറഞ്ഞാൽ അസറ്റാണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുള്ളൂ. മറ്റേതെങ്കിലും അസറ്റാണ് വാങ്ങിച്ചതെങ്കിൽ ആ അസറ്റിനെ തന്നെ ഡെബിറ്റ് ചെയ്യണം അല്ലേ. ആ അസറ്റാണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഓഫീസ് മെഷീൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് ജേണൽ എൻട്രി എഴുതുന്നു അല്ലേ. അടുത്തത് നോക്കുക, റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്. റെൻ്റ് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. റെൻ്റ് അക്കൗണ്ട് ലെറ്റർ ബൈ ചെക്ക്, നമ്മൾ ബാങ്ക് ബാലൻസ് കുറയുന്നു അല്ലേ. ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്ക് ബാലൻസ് കുറയുന്നു. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് ജേണൽ എൻട്രി വരിക. അടുത്ത നോക്കുക,
സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മെസ്സേഴ്സ് മോഹിത് ബ്രോസ് അല്ലേ, നമ്മൾ ഗുഡ്സ് കടമായിട്ട് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോഹിത് ബ്രോസ് എന്ന് പറഞ്ഞ ആ ഒരു അസറ്റ്, ഡെപ്റ്റർ എന്ന് പറഞ്ഞ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. മോഹിത് ബ്രോസ് അക്കൗണ്ട് അറ്റ് ടു സെയിൽ എന്നാണ് എഴുതേണ്ടത് അല്ലേ. സോൾഡ് ഗുഡ്സ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് സെയിൽസിനെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ മോഹിത് ബ്രോസ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്ന് ജേണലിൽ വരും. അടുത്തതായിട്ട് ക്യാഷ് സെയിൽസ് എന്നാണ്. ജസ്റ്റ് ക്യാഷ് സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് തന്നെയാണ്, ഗുഡ്സ് വിറ്റെന്ന് തന്നെയാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്നാണ് ജേണലിറ്റി വരുന്നത് അല്ലേ, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. അടുത്തതായിട്ട് നോക്കുക, അടുത്ത ട്രാൻസാക്ഷനിലേക്ക് വരുമ്പോൾ ക്യാഷ് പെയ്ഡ് ടു മെസ്സേഴ്സ് ഗുൽമോഹർ ഫാഷൻ ഹൗസ് അല്ലേ. മെസ്സേഴ്സ് ഗുൽമോഹർ ഫാഷൻ ഹൗസിന് നമ്മൾ ക്യാഷ് കൊടുത്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്യാഷ് കുറയുകയാണ്, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യണം. ഗുൽമോഹർ ഫാഷൻ ഹൗസ് എന്ന് പറയുന്ന ആ ഒരു ക്രെഡിറ്റർ, നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള വ്യക്തി അവിടെ ഡിക്രീസ് ചെയ്യുന്നു അല്ലേ, അതായത് ലൈബിലിറ്റിയാണ് ക്രെഡിറ്റർ. ആ ഒരു ക്രെഡിറ്റർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഗുൽമോഹർ ഫാഷൻ ഹൗസിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് ജേണലിറ്റി വരുന്നത് അല്ലേ. അപ്പോൾ ആർക്കാണോ ക്യാഷ് കൊടുക്കുന്നത് അയാളെ ഡെബിറ്റ് ചെയ്യുക. ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത റിസീവ്ഡ് എ ചെക്ക് ഫ്രം മെസ്സേഴ്സ് മോഹിത് ബ്രോസ്. ചെക്ക് മോഹിത് ബ്രോസിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. സാധാരണ ഇങ്ങനെ ഒരു ജേണലിറ്റി വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു മോഹിത് ബ്രോസ് എന്നാണ് എഴുതുക. കാരണം ആ ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് ഇടുമ്പോഴാണ്, ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ബാങ്ക് ബാലൻസ് കൂടുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഈ ടെക്സ്റ്റിൽ എടുത്തിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു മോഹിത് ബ്രോസ് ആണെന്നല്ലേ, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു മോഹിത് ബ്രോസ് എന്നാണ്. അതായത് ചെക്ക് കിട്ടിയ ഉടനെ അത് ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തു എന്നുള്ള ഒരു അസംഷനിൽ നമുക്കിങ്ങനെ എഴുതാം. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു മോഹിത് ബ്രോസ് എന്നാണ്. ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു മോഹിത് ബ്രോസ്, അതായത് ചെക്ക് കിട്ടുന്നതിന് ക്യാഷ് കിട്ടുന്നതിന് തുല്യമായിട്ട് കരുതിക്കൊണ്ട് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു മോഹിത് ബ്രോസ് എന്ന് എഴുതും. പിന്നീട് ആ ചെക്ക് ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് എഴുതുന്നത് അല്ലേ. കാരണം ചെക്ക് കയ്യിൽ നിന്ന് പോകുമ്പോൾ ക്യാഷ് കുറയുന്നത് തുല്യമായിട്ട് കരുതിക്കൊണ്ട് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് എഴുതും. അപ്പോൾ സെയിം ഡേ തന്നെ നമ്മൾ ചെക്ക് കിട്ടുകയും ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു മോഹിത് ബ്രോസ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ സെയിം ഡേ തന്നെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തു എന്നുള്ളൊരു അസംഷനിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം. അടുത്തായിട്ട് സാലറി പെയ്ഡ് ഇൻ ക്യാഷ്, സാലറി കൊടുത്തു എന്നാണ് സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അല്ലേ. എക്സ്പെൻസ് എന്ത് കൊടുത്തു കഴിഞ്ഞാലും സാലറി ആ ഒരു എക്സ്പെൻസിൻ്റെ പേരിൽ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. റെൻ്റാണ് കൊടുത്തതെങ്കിൽ റെൻ്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, കമ്മീഷനാണ് കൊടുത്തതെങ്കിൽ കമ്മീഷൻ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ജേണലിൽ എഴുതേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ നോക്കുന്നു. ആദ്യത്തെ ട്രാൻസാക്ഷനിൽ അതിൻ്റെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റലാണല്ലേ. അപ്പോൾ നമുക്ക് ക്യാഷ് അക്കൗണ്ടും വരയ്ക്കണം, ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കണമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഓരോ ജേണൽ എൻട്രി എടുത്തുകൊണ്ട് നമ്മൾ ആ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ആവശ്യം വരുന്ന മുറയ്ക്ക് നമ്മൾ പുതിയ ലെഡ്ജർ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും നമ്മൾ അടുത്തതായിട്ട് ആദ്യം ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റൊക്കെ ഓർത്തിരിക്കുക. ഡേറ്റ പർട്ടിക്കുലേഴ്സ് JF എമൗണ്ട്, അതുപോലെ തന്നെ ഡേറ്റ പർട്ടിക്കുലേഴ്സ് JF എമൗണ്ട് അല്ലേ. രണ്ട് പാർട്ടാണ്, ഒരു T ഷേപ്പിലാണ് അക്കൗണ്ട് വരുന്നത്. അതിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. ഇനി ക്യാഷ് അക്കൗണ്ടിൽ നമുക്ക് ആദ്യത്തെ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യണം അല്ലേ. ആദ്യത്തെ ജേണൽ എൻട്രി വന്നിരിക്കുന്നത് എന്തായിരുന്നു, ഇവിടെ നോക്കുക, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് ഓർത്തിരിക്കുക, നമ്മളതിൻ്റെ കൂടെ നിൽക്കുന്ന എലമെൻ്റായ ക്യാപിറ്റലിനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോയി നമ്മൾ ക്യാഷ് അക്കൗണ്ടിനെയും പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഈ ഒരു ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന വെച്ച് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എഴുതുന്നതിനാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജേണൽ എൻട്രി നമ്മൾ മനസ്സിലോർത്തുകൊണ്ട്, നമുക്കിവിടെ ജേണൽ എൻട്രി എഴുതേണ്ട ആവശ്യമില്ലെങ്കിൽ ഈ ജേണൽ എൻട്രി മനസ്സിലോർത്തുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ എന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. ചില കുട്ടികൾ ജേണൽ എൻട്രി എഴുതാൻ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിന് വേണ്ടി ജേണൽ എൻട്രി എഴുതാറുണ്ട്. പക്ഷേ അങ്ങനെ എഴുതി നോക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിയുമ്പോൾ എഴുതാൻ വേണ്ടി നമുക്ക് കുറേ സമയം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട്, ജേണൽ എൻട്രി ഓർത്തുകൊണ്ട് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാനും പഠിച്ചിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണം. ഓർക്കേണ്ടത് നമ്മൾ ക്യാപിറ്റലിനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. ക്യാപിറ്റലിനെ ജേണൽ എൻട്രിയിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, ക്രെഡിറ്റ് അല്ല ചെയ്തിരിക്കുന്നത്. നമുക്കതിനെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതേണ്ടതാണ്. ആ രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്യുക. നോക്കുക, ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നുണ്ടോ, ടു ക്യാപിറ്റൽ എമൗണ്ട് 2 lakhs അല്ലേ. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ അതുപോലെ തന്നെ അതിൻ്റെ ക്രോസ് പോസ്റ്റിങ് ബൈ ക്യാഷ് എന്ന് എഴുതണം അല്ലേ. സെയിം ഡേറ്റിൽ June 5 ബൈ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് 2 lakhs നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലും കാണിക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ജേണൽ എൻട്രി പൂർത്തിയാവുന്നുള്ളൂ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ഉത്തരം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ട്രയൽ ബാലൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ അത് ടാലി ആവാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള പോസ്റ്റിങ്. നമുക്ക് അടുത്ത ജേണൽ എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അല്ലേ.
അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് അക്കൗണ്ടുകൾ, ഒന്ന് ബാങ്ക് അക്കൗണ്ടും ഒന്ന് ക്യാഷ് അക്കൗണ്ടും. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയും ക്യാഷ് അക്കൗണ്ട് പുതിയതായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന അക്കൗണ്ട് ഏത് മാത്രമേ ഉള്ളൂ? ബാങ്ക് അക്കൗണ്ടാണ് അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്മൾ വരയ്ക്കണം. എന്നിട്ട് ബാങ്ക് അക്കൗണ്ട് വരച്ചിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിൽ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് അടുത്തായിട്ട് വരച്ചിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നതുണ്ടോ. ഒപ്പം തന്നെ നമ്മൾ ആദ്യം വരച്ച ക്യാഷ് അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 80,000 നമ്മൾ ക്രെഡിറ്റും ചെയ്യണം അല്ലേ. അപ്പോൾ ആ ജേണൽ എൻട്രിയും പൂർത്തിയാകും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞു. അടുത്ത പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ഗുൽമോഹർ ഫാഷൻ ഹൗസ് ആണല്ലേ. അപ്പോൾ ഇതിനു മുമ്പ് പർച്ചേസ് അക്കൗണ്ടും ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ടും വന്നിട്ടില്ല. പുതിയ രണ്ട് അക്കൗണ്ടുകൾ നമ്മൾ ഓപ്പൺ ചെയ്യണം അല്ലേ. പർച്ചേസ് അക്കൗണ്ടും ഗുൽമോഹറിൻ്റെ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഓപ്പൺ ചെയ്യുന്നു. പർച്ചേസ് അക്കൗണ്ട് ഒപ്പം തന്നെ ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു അല്ലേ. എന്നിട്ട് ആ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യാം. പർച്ചേസ് അക്കൗണ്ടിൽ ഗുൽമോഹർ ഫാഷൻ ഹൗസിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഗുൽമോഹർ ഫാഷൻ ഹൗസിൽ പർച്ചേസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് പർച്ചേസ് അക്കൗണ്ടിൽ ഗുൽമോഹർ ഫാഷൻ ഹൗസിന് ഡെബിറ്റ് ചെയ്തു, ഗുൽമോഹർ ഫാഷൻ ഹൗസിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിന് ക്രെഡിറ്റും ചെയ്തു അല്ലേ. ഇനി അടുത്ത ജേണൽ എൻട്രിയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഓഫീസ് മെഷീൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലേ. അവിടെ നമുക്ക് ഈ ഓഫീസ് മെഷീന് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ ഓഫീസ് മെഷീൻ അക്കൗണ്ട് പുതിയൊരു അക്കൗണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓഫീസ് മെഷീൻ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിന് നമുക്ക് ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്യാൻ കാരണം? ബാങ്ക് അക്കൗണ്ടിന് ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ബാങ്ക് അക്കൗണ്ടിൽ ഓഫീസ് മെഷീനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ജേണൽ എൻട്രിയിൽ ഓഫീസ് മെഷീനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് ചെയ്യുന്നത്, കുറേ പോസ്റ്റിംഗ് നടത്തി കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ പുതിയതായിട്ട് ഓഫീസ് മെഷീൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിന് ഡെബിറ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ടിൽ ബൈ ഓഫീസ് മെഷീൻ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. നമുക്ക് ബാങ്ക് അക്കൗണ്ട് നോക്കാം. നമുക്ക് ബൈ ഓഫീസ് മെഷീൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിന് നമ്മൾ ക്രെഡിറ്റും ചെയ്തിട്ടുണ്ട്. ഓഫീസ് മെഷീനെ നമ്മൾ ക്രെഡിറ്റും ചെയ്തിട്ടുണ്ട് അല്ലേ ബാങ്ക് അക്കൗണ്ടിൽ 30,000. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. റെൻ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ആണല്ലേ. നമുക്ക് റെൻ്റ് എന്ന് പറഞ്ഞാൽ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ബാങ്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് അല്ലേ. നമുക്ക് റെൻ്റ് അക്കൗണ്ടിൽ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ റെൻറ്റിനെ ക്രെഡിറ്റും ചെയ്യണം അല്ലേ. നോക്കുക, ഇവിടെ നമ്മൾ അടുത്തതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത് ഓഫീസ് മെഷീൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റെൻ്റ് അക്കൗണ്ട് അല്ലേ. റെൻ്റ് അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു 5,000. ഒപ്പം തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ബൈ റെൻ്റ് എന്നും കാണിച്ചിരിക്കണം അല്ലേ. ബൈ റെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടാവണം. നോക്കുക, ബൈ റെൻ്റ് 5,000 രൂപ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുക. ഇനി അടുത്തത് മോഹിത് ബ്രോസ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് ആണ് അടുത്ത ജേണൽ എൻട്രി. അപ്പോൾ മോഹിത് ബ്രോസ് നമ്മൾ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. സെയിൽസ് ഓപ്പൺ ചെയ്തിട്ടില്ല, സെയിൽസ് ഓപ്പൺ ചെയ്യുക അല്ലേ. എന്നിട്ട് മോഹിത് ബ്രോസ് അക്കൗണ്ടിൽ സെയിൽസിനെ ഡെബിറ്റ് ചെയ്യുക, സെയിൽസ് അക്കൗണ്ടിൽ മോഹിത് ബ്രോസിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. നോക്കുക, ഇവിടെ മോഹിത് ബ്രോസ് അക്കൗണ്ട് നമ്മൾ ടു സെയിൽസ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ സെയിൽസ് അക്കൗണ്ടിൽ ഈ മോഹിത് ബ്രോസിന് ഇതേ എമൗണ്ടിൽ തന്നെ നമ്മൾ ക്രെഡിറ്റും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ ട്രാൻസാക്ഷനും നമ്മൾ കഴിഞ്ഞു. അടുത്ത ജേണൽ എൻട്രി നോക്കുക. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് ആണല്ലേ. ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത അക്കൗണ്ടുകൾ തന്നെയാണ്. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ സെയിൽസിനെ ഡെബിറ്റ് ചെയ്യണം, സെയിൽസ് അക്കൗണ്ടിൽ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ നമുക്ക് എഴുതിയിരിക്കുന്നു. നോക്കുക, ക്യാഷ് അക്കൗണ്ട് ആദ്യം വരച്ച അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടാണല്ലേ. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് അല്ലേ. 15,000 നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് 15,000 എഴുതിയിട്ടുണ്ട്. നോക്കുക, സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് 15,000 അല്ലേ. ഈസി അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത് നോക്കുക, ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ. ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്നും ക്യാഷ് അക്കൗണ്ടിൽ ബൈ ഗുൽമോഹർ എന്നും പോസ്റ്റ് ചെയ്യുക. ഓക്കെ. ഇനി ബാങ്ക് അക്കൗണ്ടിൽ ടു മോഹിത് ബ്രോസ് ആണ്. അത് ബാങ്ക് അക്കൗണ്ടിൽ ടു മോഹിത് ബ്രോസ് എന്നും മോഹിത് ബ്രോസ് അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഒപ്പം തന്നെ സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സാലറി അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ ഓൾറെഡി ഓപ്പൺ ചെയ്ത ക്യാഷ് അക്കൗണ്ടിൽ ബൈ സാലറി എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റും ചെയ്യണം അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സാലറി അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടുകൾ ഇതിൽ നമുക്ക് പേഴ്സണൽ അക്കൗണ്ടുകളൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല. ബാലൻസ് ചെയ്യുന്നതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഞാൻ പറഞ്ഞ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ അതിൽ ബാലൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് കൂടെ കൃത്യമായിട്ട് കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിനുശേഷം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് റിവിഷൻ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്
വളരെ അത്യാവശ്യമാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഗുണം കിട്ടും. അപ്പോൾ ആ 2 ക്ലാസ്സുകൾ പാർട്ട് 1 ഉം 2 ആയിട്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടും മുൻ വർഷങ്ങളെ ചോദ്യപേപ്പറിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എക്സ്പ്ലനേഷൻ സഹിതം അതിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് കാണുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഗ്രൂപ്പുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ. താങ്ക്